പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഇടുക്കി, വയനാട്, ബാബാബുദൻ, നീലഗിരി. ശരിയുത്തരം ബാബാബുദാൻ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആമുഖം, സ്വാതന്ത്ര്യം, നിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ. ശരിയുത്തരം മൗലികാവകാശങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തേത്, വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത്. രണ്ടാമത്തേത്, ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നാമത്തേത്, 1931 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. നാലാമത്തേത്, സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശരിയുത്തരം 1, 3, 4. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം? IBRD, SIDBI, RBI, നബാർഡ്. ശരിയുത്തരം RBI. ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം, ആലുവ, തൃശൂർ, കോഴിക്കോട്. ശരിയുത്തരം ഒറ്റപ്പാലം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്? ശരിയുത്തരം വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. ISROയുടെ ചെയർമാനാകുന്ന എത്രാമത്തെ മലയാളിയാണ് S. സോമനാഥ്? 4, 2, 6, 5. ശരിയുത്തരം 5. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത്? FPTP, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം. ഇവയൊന്നുമല്ല. ശരിയുത്തരം FPTP സമ്പ്രദായം. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു? അനാൽജസിക്കുകൾ, ആന്റിപൈററ്റിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റാസിഡുകൾ. ശരിയുത്തരം അനാൽജസിക്കുകൾ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2. 1768 മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. 3. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ശരിയുത്തരം 1, 3. നഗരസഭ, ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18, 25, 21, 30. ശരിയുത്തരം 21. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്, പ്രധാനമന്ത്രി, കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി, ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്. തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗം? ലോക്സഭാ സ്പീക്കർ, ഉപരാഷ്ട്രപതി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്.
ശരിയുത്തരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഗാർഹിക വിനോദോപകരണങ്ങളിലെ റിമോട്ടുകൾ, കോഡ്ലെസ് മൗസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളേവ? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ് തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാസോണിക് തരംഗങ്ങൾ. ശരിയുത്തരം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ് ഏത്? ഫിഷിംഗ്, സ്ക്വാട്ടിംഗ്, ക്രാക്കിംഗ്, ടെററിസം. ശരിയുത്തരം ഫിഷിംഗ്. സൈലന്റ് വാലിയുടെ കോർ ഏരിയ എത്ര? ശരിയുത്തരം 89.52 ചതുരശ്ര കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവയവ? തോടയം, ആട്ടവിളക്ക്, അഞ്ചടി ഏകലോചനം. ശരിയുത്തരം 5 അടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? GV മാവ്ലങ്കർ, ഫസൽ അലി, സുകുമാർ സെൻ, പോറ്റി ശ്രീരാമലു. ശരിയുത്തരം സുകുമാർ സെൻ. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപവൽകൃതമായത്? 1998, 1984 ഏപ്രിൽ, 1971 മെയ്, 1969 ഓഗസ്റ്റ്. ശരിയുത്തരം 1971 മെയ്. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആനക്കയം, മാണക്കത്തറ, കുന്നേൽ, അമ്പലവയൽ. ശരിയുത്തരം കുന്നേൽ. ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.